ഹലോ കൂട്ടുകാരെ, സോൾ പർപ്പസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് സോൾ പർപ്പസ് എന്താണെന്ന് വളരെ ചുരുക്കത്തിൽ പറയാം. കാരണം ഇതിനെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ പല ലൈവ് സെഷൻസിലും വരുന്ന ഡൗട്ട്സിന് ഇതിനെക്കുറിച്ച് ആൻസറും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിൻ്റെ ഒരു യൂണിക് പർപ്പസ് കാണും. അത് സോൾ ഇൻകാർണേറ്റ് ആയപ്പോൾ തൊട്ട് പല ജന്മങ്ങളിൽ നമ്മൾ പെൻഡിങ് വെച്ചിട്ടുള്ള പർപ്പസുകൾ കാണാം. ആ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ജന്മത്തിൽ നമ്മൾ ഏറ്റിട്ട് വന്ന പല കാര്യങ്ങൾ കാണും സോൾ പർപ്പസ് ആയിട്ട്. അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു സോളിൻ്റെ യൂണിക് ക്വാളിറ്റിയിലൂടെ കോറിൽ കിടക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു ക്വാളിറ്റിയിലൂടെ സോളിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി സോൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം, ഈ ഒരു ബോഡിയിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ സോൾ പർപ്പസ് എപ്പോഴാണ് ചെയ്യാൻ തുടങ്ങുന്നത്? ഒരു സെൻറ്റൻസിൽ പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ ലൈറ്റിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ആ ലൈറ്റിലൂടെ, അല്ലെങ്കിൽ ആ ലൈറ്റിനെ നമ്മൾ ഈ ഒരു ലോകത്തിന് കൊടുക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മീനിങ് നമ്മൾ ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹീലേഴ്സ് മാത്രമെന്നല്ല അതിൻ്റെ ഉദ്ദേശം. നമ്മൾ സോൾ പർപ്പസ് ചെയ്യുമ്പോൾ അത് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാവാം, നേച്ചറിന് വേണ്ടിയാവാം, മദർ എർത്ത് ഭൂമിദേവിക്ക് വേണ്ടിയാവാം, ആനിമൽ വെൽഫെയർ ആവാം, അങ്ങനെ എന്തുമാവാം. അത് ഒരു ഹീലിംഗ് മാത്രമായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ സോൾ പർപ്പസിനെ നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മളിലേക്ക് കണക്റ്റ് ആകുമ്പോൾ, നമ്മളുടെ ലൈറ്റിലേക്ക് കണക്റ്റ് ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്തിനു വേണ്ടിയാണ്, നമ്മളുടെ പർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരിക്കലും സോൾ പർപ്പസിനെ തേടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സോൾ പർപ്പസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ കാര്യം, നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് സെൽഫ് വർത്ത് ഇഷ്യൂസ് ആയിരിക്കും. അതായത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഈ ഒരു കഴിവുണ്ടോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പലപ്പോഴും ഹോൾഡ് ഓൺ ആവും. ഒരിക്കലും ഈ കാര്യങ്ങളെ ഹോൾഡ് ഓൺ ചെയ്യരുത്. കാരണം നമ്മൾ ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റ് ആയിട്ടാണ് നമ്മളുടെ സോൾ പർപ്പസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നമ്മളുടെ സോളിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു മീഡിയം മാത്രമാണ്. അതായത് നമ്മുടെ സോളാണ് ഇവിടെ പർപ്പസ് ചെയ്യുന്നത്, നമ്മളല്ല, നമ്മളുടെ മൈൻഡല്ല. അപ്പോൾ ആ ഒരു സെൽഫ് വർത്ത് ഇഷ്യൂവിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം നമ്മൾ 100% ഉറപ്പോടെ നമ്മൾ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പർപ്പസ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പർപ്പസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും വളരെ വളരെ പുതിയ കാര്യങ്ങളായിരിക്കാം ഇതിൽ ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് അത്രയും നാളും നമ്മൾ കണ്ടീഷനിങ് ചെയ്യപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, കോൺഫിഡൻറ്റോടെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. എന്നാൽ സോൾ പർപ്പസിലേക്ക് വരുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങളായിരിക്കാം നമ്മുടെ പർപ്പസ് ആണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഇതേപോലെ സോൾ പർപ്പസ് ചെയ്യുന്നവരെ. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നിങ്ങളുടെ സോളിൻ്റെ യൂണിക്നെസ് ആണ് ഇവിടെ വേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പോലെ ചെയ്യുകയല്ല നമ്മളിവിടെ ചെയ്യേണ്ടത്. ഒരിക്കലും സോൾ പർപ്പസ് ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റീഷനായിട്ട് ഫീൽ ചെയ്യരുത്. ഒരു ഈഗോയിലേക്ക് വരികയും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യുക. അതായത് നിങ്ങളുടെ ആ ഒരു വർക്ക് സംസാരിക്കട്ടെ എന്നുള്ള വേയിൽ വർക്ക് ചെയ്യുക. ജസ്റ്റ് ഗോ ത്രൂ ആവുക ആൻഡ് ആ ഒരു വർക്കിനെ ക്ലോസ് ചെയ്യുക. അടുത്തതായിട്ട്, സോൾ പർപ്പസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൂടെ എന്താണ് ബെനിഫിറ്റ് എന്ന് ഒരിക്കലും ആലോചിക്കരുത്. കാരണം ഇതിലൂടെ നമുക്ക് വരുന്നത്, നമ്മളും ലേൺ ചെയ്യുകയാണ്, നമ്മളും പഠിക്കുകയാണ് പല കാര്യങ്ങൾ. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ പല പുതിയ കാര്യങ്ങളായിരിക്കാം നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു സോൾ പർപ്പസിലൂടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളുടെ ബെസ്റ്റ് വെർഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ഒരിക്കലും ആലോചിക്കരുത്. അടുത്തതായിട്ട്, ഹീലേഴ്സിനൊക്കെ, അതായത് ഹീലിംഗ് റിലേറ്റഡ് സോൾ പർപ്പസ് ഉള്ളവർ, അതൊരു ടാരറ്റ് കാർഡ് റീഡിംഗ് ആവാം, അല്ലെങ്കിൽ
ബേസിക്കായിട്ട് ഹീലിംഗ് വർക്ക്സ് ചെയ്യുന്ന ഹീലേഴ്സിന് പലപ്പോഴും ഇനിഷ്യൽ സ്റ്റേജിൽ നന്നായിട്ട് എനർജി ഡ്രെയിൻ ആവാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇനിഷ്യലായിട്ട് അത് തുടങ്ങുമ്പോൾ നമ്മളുടെ മൈൻഡിലൊരു പേടി കാണും. നമ്മളുടെ എനർജി ഫ്ലക്ച്വേറ്റ് ആവുമോ, ഈ എനർജി എടുക്കുമ്പം എന്താണ് പ്രശ്നം എന്തെങ്കിലും വരുമോ എന്നൊക്കെ. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ആ ഒരു നെഗറ്റിവിറ്റി ഇമ്പാക്റ്റ് ആവില്ല എന്നല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഓറ ലോക്ക് ആൻഡ് നമ്മൾ ആ ഒരു ഹീലിംഗിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഓറ ലോക്ക് ചെയ്യണം, ഗ്രൗണ്ടിങ് ചെയ്യണം ആൻഡ് ഷീൽഡിങ്. ഈ 3 കാര്യങ്ങളും നമ്മൾ ഇന്നും ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളുടെ എനർജിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഹീലേഴ്സ് ആകുമ്പോൾ ഞാനും ഒരു ഹീലറാണ്. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിലൂടെ പറയുകയാണ്. നമ്മൾ ആദ്യം ഹീലറാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും, അതായത് പ്രശ്നത്തിലുള്ള എല്ലാവർക്കും, ഹാപ്പിനെസ് വേണ്ട എല്ലാവർക്കും ഹീലിംഗ് കൊടുക്കണമെന്നൊക്കെ വിചാരിക്കും. അവിടെ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, നമ്മുടെ എനർജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ലേ. ഈ ഒരു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹീലായി നമ്മളൊരു ഹയർ വൈബ്രേഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു എനർജി നമ്മൾ കൊടുക്കുന്നത് അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു സോളിനായിരിക്കണം, അല്ലെങ്കിൽ ഒരു നേച്ചറിനായിരിക്കണം. അവിടെ ആവശ്യമെങ്കിൽ മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതെങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുന്നത്? അത് ഇൻറ്റ്യൂട്ടീവ്ലി നമുക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടും. കാരണം ഒരു കാര്യം വെറുതെ കൊടുക്കുന്ന ഒന്നിനും വാല്യൂ കാണില്ല. രണ്ടാമത്തേത്, ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ആ എനർജി കൊടുക്കുമ്പോൾ അവിടെ ഒരു ഓവർ ഗിവിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും എല്ലാ കാര്യങ്ങളും ഇൻറ്റ്യൂട്ടീവ്ലി മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയൊരു പോയിന്റ് വരുന്നത്, ഒരിക്കലും സോൾ പർപ്പസ് കമ്പൈൻഡ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ട്വിൻ ഫ്ലെയിം യൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം ഇൻഡിവിജ്വൽ സോൾ പർപ്പസിലൂടെ നമ്മൾ പഠിക്കുന്ന ലെസൺസ് ആണ് നമ്മൾക്ക് കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു പർപ്പസ് ഹയർ പർപ്പസ് ആയിരിക്കും. വളരെ ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു പർപ്പസ് ആയിരിക്കും. അപ്പോൾ ഈ കിട്ടുന്ന ലെസൺസ്, ഈ കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ യൂണിയൻ ആയി കഴിഞ്ഞിട്ടേ ഞാൻ സോൾ പർപ്പസ് ചെയ്യൂ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് മാത്രമേ ചെയ്യൂ എന്ന് ഇൻറ്റ്യൂട്ടീവ്ലി നമ്മൾക്ക് പല ഡൗൺലോഡ്സും ഗൈഡൻസും കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവിടെ പിന്നെയും ഡിവൈൻ്റെ ഒരു ഇൻ്റർവെൻഷൻ, അതായത് പല തരത്തിലുള്ള പെയിനുകളിലൂടെ നമ്മൾ ഗോ ത്രൂ ആവേണ്ടി വരും. ആൻഡ് ഇവിടെ നമ്മൾ യൂണിയന് വേണ്ടി ഒരു വെയിറ്റിംഗ് എനർജിയിലേക്ക് പോവുകയും അവിടെ യൂണിയൻ നടക്കാനുള്ള ഒരു ഡിലേ ആവുകയും, ഒരു പോസിബിലിറ്റി ഡിലേ ആവുകയുമാണ് ചെയ്യുന്നത്. സോ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. 22nd തൊട്ട് 25th വരെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിൻ്റെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പേയബിൾ ആണ്. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിക്കായിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.